എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ BUMS അതുപോലെ തന്നെ BAMS അതുപോലെ തന്നെ BHMS BSMS അതായത് ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി എന്നിങ്ങനെ വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള തേർഡ് സ്ട്രേ വേക്കൻസി റൗണ്ട് അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാത്രി 11:59 വരെ ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് വഴി വിദ്യാർത്ഥികൾക്ക് ആ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതും, അതായത് നിങ്ങൾ ആ ഒരു പേജ് വഴി, അതായത് ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആക്സസ് കോഡ് നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാത്രി 11:59 വരെയാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാനുള്ള സൗകര്യം ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അവസരത്തിൽ ഓപ്ഷനുകൾ നൽകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ആയുർവേദം, അതുപോലെ തന്നെ ഹോമിയോപ്പതി, സിദ്ധ, യുനാനി അതായത് BUMS എന്നിങ്ങനെ വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് മൂന്നാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിലേക്ക് പുതുതായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ട് അവസരം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഒരു ആയുർവേദം, ഹോമിയോപ്പതി, സിദ്ധ, യുനാനി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് പുതുതായിട്ട് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സൗകര്യം, അതുപോലെ തന്നെ അത് 1/12/2024 11:59 PM വരെയാണ് ലഭ്യമായിട്ടുള്ളത്. അതായത് ഇന്ന് രാത്രി 11:59 വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ, അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുക, അതായത് പുതുതായിട്ട് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിന് ശേഷം നിലവിൽ ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിലേക്കാണ് മൂന്നാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് നടത്തുന്നത്. രണ്ടാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവുള്ള സീറ്റുകൾ പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. മുൻ അലോട്ട്മെൻറ്റുകളെ ബാധിക്കാത്ത രീതിയിലായിരിക്കും സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. കീം 2024 വഴി ഈ ഒരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അപേക്ഷകൾ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഈ ഒരു ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കീം 2024 ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് വഴി രജിസ്ട്രേഷൻ നടത്തി പ്രോസ്പെക്ടസ് ക്ലോസ് 7.4 പ്രതിപാദിക്കുന്ന പ്രകാരമുള്ള ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിച്ച ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന അക്നോളജ്മെൻറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് അപേക്ഷ സൂക്ഷിക്കണം. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട്, മറ്റ് രേഖകൾ എന്നിവ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഓഫീസിലേക്ക് അയക്കേണ്ടതില്ല. പ്രത്യേകം സൂചിപ്പിക്കുന്നത്, ഈ ഒരു കീം 2024 പ്രവേശന പരീക്ഷയ്ക്കായിട്ട് നിങ്ങൾ മുൻപ് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുള്ളത്. ഒന്നിലധികം അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ 2 ആപ്ലിക്കേഷനുകളും, അതായത് നിങ്ങൾ ടോട്ടൽ എത്ര നൽകിയിട്ടുണ്ടോ അത് മുഴുവനായിട്ട് റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഫീസ് ആനുകൂല്യം, റിസർവേഷൻ എന്നിങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റുകൾ സംസ്ഥാന വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള സർട്ടിഫിക്കറ്റുകൾ ആയിരിക്കണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഓൺലൈനായിട്ട് അപേക്ഷയോടൊപ്പം സമർപ്പിക്കുന്ന ആ ഒരു ക്ലെയിമുകൾ മാത്രമാണ് പരിഗണിക്കുള്ളൂ. അതുപോലെ തന്നെ ഒരു സാഹചര്യത്തിലും പിന്നീട് അനുബന്ധ രേഖകൾ സമർപ്പിക്കാൻ നിങ്ങൾക്ക് അനുമതി ലഭിക്കുന്നതല്ല. രണ്ടാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവന്ന സംവരണ സീറ്റുകളിലേക്ക് മാത്രമേ പരിഗണിക്കുള്ളൂ. പുതിയ അപേക്ഷ സമർപ്പിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് 26/3/2024 അതുപോലെ 15/11/2024 തീയതികളിലെ വിജ്ഞാപനത്തിലെ യോഗ്യതാ വ്യവസ്ഥകൾ, അക്കാദമിക യോഗ്യതകൾ, സമർപ്പിക്കുന്നതിനുള്ള രേഖകൾ എന്നിവയും, അതായത് ഈ ഒരു അപേക്ഷ നൽകാനുള്ള, അത് സമർപ്പിക്കാനുള്ള രേഖകൾ എന്നിവയും www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുള്ള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിലുള്ള സർക്കാർ അംഗീകൃത പ്രോസ്പെക്ടസും പരിശോധിക്കേണ്ടതാണ്. അതായത് പുതുതായിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇതുവഴി അപേക്ഷ നൽകാൻ സാധിക്കുക. നേരത്തെ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ഇതിലേക്ക് നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതല്ല. ഇത് ഓപ്ഷൻ രജിസ്ട്രേഷൻ അല്ല, പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കുക എന്നുള്ള ഇത് മാത്രമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഓപ്ഷൻ രജിസ്ട്രേഷൻ അല്ല, ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഇതുവരെ ഈ ഒരു കോഴ്സുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അപേക്ഷ ഈ ഒരു കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം എന്നുള്ളത് മാത്രമാണ്. അതുപോലെ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ പറ്റുമോ, അത് പറ്റുന്നില്ലല്ലോ എന്നുള്ള വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. ഇത് ഓപ്ഷൻ രജിസ്ട്രേഷൻ അല്ല, ഇത് മൂന്നാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾക്ക് പുതുതായിട്ട് നിങ്ങൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അപേക്ഷ സമർപ്പിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ രജിസ്ട്രേഷൻ പിന്നീട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻ്റ് ആണ് എങ്കിൽ
നിങ്ങൾക്കിവിടെ എപ്പോഴാണ് അലോട്ട്മെൻറ്റ് വരിക അതുപോലുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ളതല്ല, പുതുതായിട്ട് അപേക്ഷ നൽകാം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.